അപ്പോൾ ഹായ് എവരിവൺ. അപ്പം എൻ്റെ അഭിപ്രായം ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇനി രണ്ട് ബി ഹൗസിലെ എപ്പിസോഡ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡ്സ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ കയ്യിലെടുത്തു. ബിക്കോസ് നല്ല എപ്പിസോഡ്സ് ആയിരുന്നു. അവരുടെ പാരൻസ് ഒക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ ഓവർ അടിപിടികളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല എപ്പിസോഡ്സൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ജാസ്മിനും നന്ദനയൊക്കെ കുറച്ചൊക്കെ ഗെയിം ഇടാൻ ഇൻവോൾവ് ചെയ്യിക്കാനൊക്കെ നോക്കി, ഗെയിം പ്ലാനുകളൊക്കെ ഇറക്കാൻ നോക്കി. പക്ഷേ വലിയ വലിയ അടികളൊന്നും ഉണ്ടായി. മിനിഞ്ഞാന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ അർജുൻ കയ്യിലെടുത്ത്. ബിക്കോസ് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ദിവസമായിരുന്നത്. ബിക്കോസ് അവരുടെ പാരൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അർജുന് ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അദൃശ്യനായിട്ട് നടക്കുക, ഇൻവിസിബിൾ മാനായിട്ട് നടക്കാൻ. അവൻ നടക്കാൻ പറ്റുന്നിടത്ത് അത്രയും അവനെ കിടുക്കാച്ചിയായിട്ടത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പുള്ളി അത് ശരിക്കും ഉപയോഗിച്ചിട്ടോ. അർജുൻ ഭയങ്കര ആക്റ്റീവായി. ഇപ്പോൾ സായും അർജുനൊക്കെ പഴയതിലും കുറേയൊക്കെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അവരുടെ ഗെയിമൊക്കെ നല്ലതാവുന്നുണ്ട്. അപ്പം ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ജിൻഡോൻ്റെ പാരൻസും നന്ദനൻ്റെ പാരൻസും വന്നതായിരുന്നു. ബിക്കോസ് നമ്മളെപ്പോലെയുള്ളൊരു സാധാരണ വീട്ടിലെ ആൾക്കാരാണ് അവർ രണ്ടുപേരും. കുറേ നമ്മുടെ ഒരു ഇതൊക്കെ ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അവരുടെ പാരൻസിനെ കണ്ടപ്പം. അപ്പം രസമുള്ള ദിവസമായിരുന്നു. പിന്നെ മിനിഞ്ഞാന്നത്തെ ഷോയിൽ ശ്രീധുൻ്റെ അമ്മ വന്നത് കുറച്ച് ഡാർക്കായിട്ടാണ്. അർജുനമ്മ വന്ന് നല്ല ചില്ലായിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ ശ്രീധുവിൻ്റെ അമ്മ കുറച്ച് ഡാർക്കായിട്ട് വന്നത്. അതായത് പുള്ളിക്കാരത്തി ശ്രീധുവിനോട് വന്നതേ പറയുന്നുണ്ട്, നീ ലേറ്റ് നൈറ്റ് ഇങ്ങനെ ഇരിക്കൊന്നും വേണ്ട, ആരോട് സംസാരിച്ചിരിക്കുന്നു, നിനക്കെന്താ നേരത്തെ കിടന്ന് ഉറങ്ങിയാലും, നിനക്കെന്താ സ്വന്തം ഗെയിം കളിച്ചാൽ, അങ്ങനെയൊക്കെ അമ്മ പറയുന്നുണ്ട്. പിന്നെ ഇൻഡയറക്റ്റായിട്ട് ഈ ബന്ധം വേണോ മോളെ എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന പോലെ എനിക്ക് ശരിക്കും തോന്നി. അങ്ങനെ ഒരു വർത്തമാനം അവരുടെ അടുത്തുനിന്ന് ഇൻഡയറക്റ്റായിട്ട് വന്നു. എൻ്റെ അഭിപ്രായമാണിത്. അപ്പം നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല. അപ്പം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ശ്രീധുവിൻ്റെ അമ്മ കുറച്ച് ഡാർക്കൊക്കെ ആയിട്ടാണ് വന്നത്. കുറച്ച് മസിൽ പിടുത്തമൊക്കെ ആയിരുന്നു പുള്ളിക്കാരി. അതായത് അർജുൻ്റെ കാര്യം എന്തോന്ന് പറഞ്ഞു തന്നപ്പോഴേക്കും പുള്ളിക്കാരിയുടെ മുഖം മാറുന്ന ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അപ്പം പുള്ളിക്കാരി ഇൻഡയറക്റ്റായിട്ട് താല്പര്യമില്ല, ഇത് വേണ്ട മോളെ എന്ന് പറഞ്ഞ് അത് ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നത് പോലും ശ്രീധുവിനത് മനസ്സിലാവും. ഇന്നലത്തെയൊക്കെ ബിഗ് ബോസിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇഷ്യൂസൊക്കെ അർജുനും ശ്രീധുവും തമ്മിലുണ്ടാവുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ ശ്രീധുവിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇന്നലെയൊക്കെ അർജുനായിട്ട് വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അത് മിഠായിയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ട് ശ്രീധു വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തത്. പിന്നെയെന്ന് വെച്ചാൽ ജിൻഡോനെ എല്ലാവരും കുറ്റപ്പെടുത്തിയെങ്കിലും ജിൻഡോനെ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് കൊണ്ട് മനസ്സിലായി. കാരണം ജിൻഡോൻ്റെ വീട്ടുകാർ വന്നപ്പം ബാക്കിയുള്ളവരുടെ വീട്ടുകാർ വന്നതിനേക്കാളും ആയിരുന്നു അവിടെ. മൊത്തത്തിൽ ജിൻഡോൻ്റെ പാരൻസ് വന്നപ്പോഴും ആ ഒരു വൈബ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ജിൻഡോനെ എല്ലാവരും നല്ലൊരു ഇതിലാണ് കാണുന്നത്. എല്ലാവർക്കും ജിൻഡോനെ ഇഷ്ടമാണ്. ജിൻഡോ ജെന്യുവൻ പേഴ്സണാണ്. ഞാൻ പറയുകയാണെങ്കിൽ ജിൻഡോ ചിലപ്പം എന്തെങ്കിലുമൊക്കെ തപ്പിക്കളയുമ്പോൾ കുറച്ച് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ജെന്യുവനായിട്ട് പുള്ളിയായിരിക്കും ഇപ്രാവശ്യത്തെ ബി ഹൗസിലെ ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ 9 ലക്ഷം അടിച്ചു പോകുന്നത് ഇവൻ തന്നെയായിരിക്കും. കാരണം അവൻ നല്ലൊരു ഗെയിമറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു ഗെയിമറാണ്. അങ്ങനെ പിന്നെ പുള്ളിക്കാരി താക്കീത് കൊടുത്തത് കുറച്ച് ഓവറായോ എന്ന് എനിക്ക് തോന്നി. കാരണം ബിഗ് ബോസ് പിന്നെ വിളിച്ചിട്ട് ബിഗ് ബോസ് പുള്ളിക്കാരിൻ്റെ അടുത്ത് കർശനമായിട്ട് പറയുകയൊക്കെ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ പറയുകയൊക്കെ ചെയ്തു. പുള്ളിക്കാരി ആദ്യമൊന്നും തപ്പിത്തടഞ്ഞ് കളിച്ചെങ്കിലും ആ അമ്മ സോറിയൊക്കെ പറഞ്ഞു. അമ്മയ്ക്കാകെ പറഞ്ഞതിന് എന്തോ പോലെയൊക്കെ ആയിട്ടാണ് അമ്മ പോയത്. അപ്പം ബിഗ് ബോസ് പറയരുത് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു വിട്ടിട്ടും അവിടെ എത്രയും വലിയൊരാൾ ആയിട്ടും അമ്മ അതവിടെ തെറ്റിച്ചു. അപ്പോൾ ഇത്രയും ഇതിൽ വന്നതിൽ കുറച്ച് ചെറിയൊരു കല്ലുകടികളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ബിഗ് ബോസ് ബാക്കിയെല്ലാം പാരൻസൊക്കെ വന്നുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജനങ്ങളെല്ലാവരെയും കയ്യിലെടുത്തു. ഈ 2-3 ദിവസം ഇനി എടുക്കും എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളും ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായം ബോക്സിൽ എൻ്റെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. എൻ്റെ ചെറിയ അഭിപ്രായങ്ങളാണ്.